മലയാളീസ് എല്ലാവണ്ട്. അപ്പം ഇവിടെ ഇപ്പം നല്ല കാറ്റും മഴ കേട്ടോ, അടിച്ച് കയറി നിൽക്കുകയാണ്. അതുപോലെ തന്നെ നല്ല തണുപ്പ്. ഇപ്പം പറയാൻ വന്ന കാര്യമില്ല, നമ്മുടെ നാട്ടിലിപ്പം ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ ഇപ്പം നല്ല രീതിയിൽ കൂടിക്കൂടി വരുന്നുണ്ട്. ചെറിയ പിള്ളേർ വരെ ഇപ്പം സാധനം കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ അടുത്തൊരു മാളിൽ ഹോട്ട് വീൽസിൻ്റെ കുറേ കളക്ഷൻ ചാകര പോലെ കുന്നു കൂട്ടിയിട്ടേക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വന്നാലോ. മറ്റേതുപോലെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇസ്മി ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുവാണ് ഹോട്ട് വീൽസിൻ്റെ സെക്ഷൻ മൊത്തം. ഈ കാണുന്ന ഡ്രോയറിലെല്ലാം ഉണ്ട് ഹോട്ട് വീൽസിൻ്റെ സിംഗിൾ പീസും അതായത് ഫുൾ പീസും. കാണിച്ചു തരാം. കൂടുതൽ ഐറ്റം കുഞ്ഞൻ. ഇവിടെ ഇതിന് സിംഗിൾ പീസിന് £1.69, അതായത് നാട്ടിലെ ഏകദേശം 160 രൂപ മിച്ചം. ഇത് ഡിസ്നി മോഡലാണ്. ഓരോ കാറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നോക്കി, ഇത് ഹോട്ട് വീലിൻ്റെ വലിയത് 5 പൈക്ക്. അതിന് തന്നെ മറ്റൊരു മോഡൽ XUV മാത്രം കളക്ട് ചെയ്യുന്നവർക്ക് വേണ്ടി. ഇതൊക്കെ ഹോട്ട് വീൽസിൻ്റെ പ്രീമിയം കളക്ഷനാണ്. അതിൻ്റെ വ്യത്യാസം എന്താ വെച്ചാൽ അടിയിലെ ബേസ് വരുന്നത് മെറ്റീരിയലാണ് വരുന്നത്. ഇവിടെ എങ്ങനെയാണ് കേട്ടോ, അടിയിലെ ബേസ് വരുന്നത് മെറ്റീരിയലാണ് ഇവിടെ വരുന്നത്. 4 വീലേഴ്സ് മാത്രമല്ല, കുട്ടി സൈക്കിളും ഉണ്ട് ഇവിടെ. സാധനം ഇത്ര അല്ലായിരുന്നു കേട്ടോ, ഇത് കൂടുതൽ കളക്ഷൻ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് ക്രിസ്മസിൻ്റെ സാധനങ്ങൾ എടുത്ത് വെക്കുന്നത് കാരണം അവർ ഹോട്ട് വീൽസിൻ്റെ പകുതി സാധനങ്ങൾ എടുത്ത് മാറ്റി. വാ, നല്ല എമണ്ടൻ സാധനം. മൊത്തം മെറ്റീരിയൽ കേട്ടോ. ഒരു തരി പിന്നെ പ്ലാസ്റ്റിക് ഇല്ല. അകത്തെ ആ കവറിങ് മാത്രമേ പ്ലാസ്റ്റിക് ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം മെറ്റീരിയലാണ്. ഇത് ഹോട്ട് വീൽസിൻ്റെ 10 പാക്ക്. ഇതിനകത്ത് മൊത്തം 10 കാറുണ്ട്, പലതും പല വെറൈറ്റീസ്. നമ്മുടെ പജറോയും കിടപ്പുണ്ട് ഈ കൂട്ടത്തിൽ. നമ്മുടെ മിനിയേച്ചർ കാറുകളിൽ ഏറ്റവും കുഞ്ഞൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബാറ്റ്മാൻ്റെയൊക്കെ ഈ മിനിയേച്ചർ വർക്ക് ഉണ്ടോ, നമ്മുടെ ചെറിയ വിരലിൻ്റെ അത്ര പോലും ഇല്ല ഇത്. ബാറ്റ്മാനുണ്ട്, ജോക്കറുണ്ട്, ക്യാറ്റുമണുണ്ട്, പിന്നെ ഒരു ഹിഡൻ സാധനമുണ്ട്. ഇതൊക്കെ കളക്ഷനിൽ സൂക്ഷിക്കുന്നവരുണ്ട് കേട്ടോ, ധാരാളം പേര്. ഇവിടെ ഹാരി പോട്ടർ ടീമിലുള്ളവരും കുറേ പേരുണ്ട്. കണ്ടിരിക്കുന്നു മൊത്തം 3 ആളാണല്ലോ. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, നമുക്ക് ഇവരുടെ ക്രിസ്മസ് കളക്ഷൻ കൂടി ഒന്ന് കണ്ടിട്ട് പോയാലോ. കൊള്ളാമല്ലേ? ഞാൻ ആദ്യം വിചാരിച്ചു ഈ സാധനം സിമ്പിനും കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കുന്നത്, പക്ഷേ വലിയ കനമൊന്നുമില്ല. എന്തായിരിക്കും ഇപ്പോൾ മെറ്റീരിയൽ? ഈ സൈഡ് മൊത്തം ഗ്ലാസും കൊണ്ടുള്ള ഡെക്കറേറ്റ് ഐറ്റംസാണ്. തൊടാൻ പേടിയാണ്. എങ്ങനെ താഴെ പോയാൽ ചില്ലക്കൊട്ടാരം തകർത്തിരുന്ന പോലെ എല്ലാം അങ്ങ് പോകും. ഡെക്കറേറ്റ് ഐറ്റംസിൻ്റെ പ്രീമിയം വേർഷൻ ഒരു സെറ്റാണത്. കൊള്ളാമല്ലേ കാണാൻ? എല്ലാം വെറൈറ്റി ഐറ്റംസാണ്. ഇവിടെ UK ഈ പാവളക്കൊരു കറിയുണ്ട്. എന്താണെന്നറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ? ഞാൻ കേട്ടത് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അവരുടെ തന്നെ ചെറിയ ഐറ്റംസ്. ഇവിടെ വന്നിട്ട് സാന്റാക്ലോസിനെ കണ്ടില്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ വേണ്ട ആശാൻ അവരെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് വെച്ചേക്കുന്നതാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കുന്ന സാധനം നാച്ചുറൽ, മൊത്തം വുഡാണ്. ശരിക്കുള്ള വുഡാണ് കേട്ടോ, തടിയാണ്. ഇത് ക്രിസ്മസ് സ്പെഷ്യൽ ക്യാൻഡിലാണ് കേട്ടോ. മുളിത്തിരി കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ഇതിൻ്റെ വെറൈറ്റികളുണ്ട്. ഇത് രണ്ടാമത്തത്, അതിൻ്റെ വേറൊരു വെറൈറ്റി. അതുപോലെ പല കളർ ഇരിപ്പുണ്ട്. ബഡാ സാധനം. ഇതിലും വലുതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ നടക്കുന്ന നോക്കി, തീപ്പെട്ടി വരെ, അതും ഗ്ലാസിൻ്റെ അകത്ത് ഉരയ്ക്കുന്ന സാധനം ഇതിൻ്റെ അടിയിൽ. ക്രിസ്മസ് സ്പെഷ്യൽ ഗ്ലാസ്, അല്ലെങ്കിൽ കുപ്പി, എന്താ പറയുന്നത്,
സ്ട്രോസ് ആക്കിയതുകൊണ്ട് കണ്ടില്ലേ, ക്രിസ്മസ് സ്പെഷ്യൽ മഗ് വരെ ഇറക്കിയേക്കുന്നത്. ഇതിൻ്റെ പല വെറൈറ്റി ഞാൻ ഇപ്പം കാണിച്ചു തരാം. കണ്ടില്ലേ, അടുക്കി വെച്ചേക്കുന്നത്. ഒറ്റത്തവണ ഉപയോഗിക്കാനാണോ, ഉപയോഗിച്ചിട്ട് ദൂരെ കളയാനാണ് ഇതിൻ്റെ ഇതുകൊണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ തപ്പി വന്ന സാധനം അധികം കാണാൻ പറ്റില്ല, എടുത്ത് മാറ്റി നമ്മൾ പോലും പറഞ്ഞില്ല. അപ്പം ഇതേ സാധനം വരുമ്പോൾ വീണ്ടും വീഡിയോ എടുക്കാം എന്ന പ്രതീക്ഷയോടെ ഇത് സൈൻ ഓഫ് ചെയ്തു. ബൈ.